ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ പ്രാർത്ഥനാധ്വനി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സർവ്വത്തിലെ ദൈവം എനിക്ക് നന്നായി നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഇന്നത്തെ വചനചിന്തയ്ക്ക് മുൻപായി ഒരു വാക്ക് പ്രാർത്ഥിച്ച വിസന്നിധിയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണനായ ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ സന്നിധികളിൽ കടന്നു വരുന്നപ്പ കർത്താവെ, ഇന്ന് ഈ സന്ധ്യയെങ്കിൽ കർത്താവെ, ഞങ്ങൾ അങ്ങനെ തിരുവചനവുമായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദിവസം കർത്താവെ, അടിയങ്ങളോട് അങ്ങ് സംസാരിക്കുന്നത് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യയെ ശക്തമായി ചലിപ്പാൻ ഇടവരുമാറാകണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണമുള്ള കൃപ അടിയനും അങ്ങ് തിരുമാറാകണമേ. അടിയനോടും അങ്ങ് സംസാരിക്കണമേ. ദൈവമേ, അങ്ങയുടെ ആത്മാവ് ശക്തമായി അടിയനിലൂടെ സംസാരിപ്പനിട വന്നാട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഏവർക്കും കർത്താവെ, അത് ജീവിതത്തിന് കർത്താവെ ഒരു ഉപകാരമാകത്തക്കവണ്ണം നമ്മുടെ വചനം മാറേണ്ടതിന് കർത്താവിന് നാമിൽ ചോദിക്കുന്ന കൃപ കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വം. വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥനാധ്വനി എന്ന ഈ പേജിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഒരു അവസരം എനിക്ക് നൽകി തന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവറുകൾ, ഈ പേജിന്റെ ഭാരവാഹികൾ, കുടുംബങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തു നമ്മുടെ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയും ഈ പ്ലാറ്റ്ഫോമിലൂടെ വചനം കേൾക്കുന്ന അനേകരുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു മാസത്തോളം ആയി, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണല്ലോ ദ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് ഓഫ് ഗോഡ്, വിശ്വസ്ത ദാസൻ എന്നുള്ള, ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. അനേക ദൈവദാസന്മാർ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി അനേകമായ കാര്യങ്ങൾ സംസാരിപ്പാൻ ഒക്കെയും ഇടവന്നു. ദൈവനാമം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മോട് സംസാരിച്ചു. ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തനായ ദാസൻ എന്ന് വിളിക്കപ്പെടുവാൻ ആർക്കൊക്കെ യോഗ്യതകളുണ്ട്, എന്തൊക്കെയാണ് യോഗ്യതകൾ, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത്, എങ്ങനെയൊക്കെയാണ് നാം ആകേണ്ടുന്നത്, ദൈവം എങ്ങനെയുള്ള ഒരുവനെയാണ് ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്ന് എണ്ണുന്നത് എന്നൊക്കെയുമുള്ള പല വിഷയങ്ങളെ കുറിച്ച് കേൾപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് ഈ പകലിലും ഈ രാത്രിയിലും ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ നാമം നമ്മളുടെ മധ്യ മഹത്വപ്പെടുന്നതോടൊപ്പം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ വിഷയത്തെ ആധാരമാക്കി തന്നെ സംസാരിപ്പാൻ കർത്താവിൽ ഞാനും ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക്, അതായത് ദ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗോഡ്, ഒരു വിശ്വസ്ത ദൈവത്തിന്റെ ഒരു വിശ്വസ്ത ദാസൻ അല്ലെങ്കിൽ ദാസി എന്നുള്ള ആ പദത്തെ അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിന് യോഗ്യയാകുന്ന ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ, അവരെങ്ങനെയുള്ളവർ, എന്താകുന്നു, എങ്ങനെയാകുന്നു ദൈവം നമ്മെ കാണുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതൊക്കെയും ഒന്ന് കാണുവാൻ തക്കവണ്ണം അതിനെ ഒന്ന് വിലയിരുത്തുവാൻ ദൈവനാമത്തിൽ ഞാനും ശരണപ്പെട്ട് ആശ്രയിച്ചിരിക്കുന്നു. അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യമിൽ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യമാണ്.
ഒരിക്കൽ കൂടെ പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഒരിക്കൽ കൂടെ വായിക്കുന്നു, യോഹന്നാൻ 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം, ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള ആ പശ്ചാത്തലത്തെ കുറിച്ചൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പെസഹ പെരുന്നാളിന്റെ അതിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് പെസഹ പെരുന്നാളിന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു ബെഥാനിയ വഴി കടന്നു പോകുമ്പോൾ താൻ അവിടെ ഒരു പന്തിക്കിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ ഇടയാകുകയാണ്. ഹല്ലേലൂയ. മറിയ, അതായത് ലാസറിന്റെ സഹോദരിയാകുന്ന മറിയ, മരിച്ചുയർത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു തന്റെ യേശുവിന്റെ നല്ല ഒരു സുഹൃത്തെന്ന് അറിയപ്പെട്ട ലാസർ, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഇടയായി. അത് കഴിഞ്ഞുള്ള ഈ വിരുന്നിൽ ഈ ലാസറുമുണ്ട്. അപ്പോൾ മറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി കടന്നു വന്ന് യേശുവിന്റെ കാൽക്കൽ അതെല്ലാം പൂശുകയും യേശുവിന്റെ കാല് തന്നെ മുടികൊണ്ട് തുടയ്ക്കുന്നതായ ഒരു രീതിയൊക്കെ അല്ലെങ്കിൽ ആ ഒരു വസ്തു നമ്മളവിടെ കാണുവാൻ ഇടയാകുകയാണ്. അത് കാണുന്ന അനേകർ പല രീതിയിൽ അതിനെ വിലയിരുത്തി. യേശുവിന്റെ ശിഷ്യന്മാരിൽ തന്റെ പണം സൂക്ഷിക്കുന്നവനായ യൂദ പോലും അതിനെ വിലയിട്ട് കാണുന്നതൊക്കെ നമ്മൾ കാണുവാൻ ഇടവരും. ആ ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ അവിടെ അനേകർ കടന്നു വരുവാൻ ഇടയായി. എന്തിനാ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, യേശു അവിടെ ഉണ്ടെന്നും ആ യേശുവിനെ ഒന്ന് കാണുവാനായിട്ടാണ് അവർ കടന്നു വന്നത്. അതോടൊപ്പം തന്നെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ കൂടെ കാണുവാനായി അനേകർ അവിടെ കടന്നു വരുന്നത് കാണാം. കുറച്ച് യഹൂദന്മാർ അവിടെയുണ്ട്. ആ യഹൂദർ ഈ സംഭവത്തേക്ക് കണ്ടിട്ട് അവർക്കത് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ അവർ മഹാപുരോഹിതനുമായി ചേർന്ന് യേശുവിനെയും കൊല്ലണം, അതുപോലെ തന്നെ യേശുവിനെ വിശ്വസിക്കുക കൊണ്ട് ഇതുപോലെ ജനം അവരെ വിശ്വസിക്കൊണ്ട് ലാസറിനെയും കൊന്നു കളയണം എന്നൊക്കെയുമുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെയും കടന്നു വരുമ്പോൾ, യേശു യെരുശലേമിലേക്ക് യാത്രയാകുന്നുണ്ട്. പെസഹ പെരുന്നാളിന് കൂടുവാനെന്ന് അറിയുന്ന ജനം അനേകർ അവിടെ വന്നുകൂടുന്നു. യേശുവിന്റെ ബെഥനയിൽ നിന്നും യെരുശലേമിലേക്കുള്ള യാത്രയ്ക്ക് മധ്യേ നമ്മൾക്കറിയാം, യേശുവിനെ ഇതുപോലെ ഒരു കഴുതക്കുട്ടിന്മേൽ ഇരിക്കുന്നതും അതിന്റെ മേൽ അവിടെ ഈ കുരുത്തോലകളെല്ലാം ഇട്ട് യേശുവിന് ജയ് പാടുന്നതൊക്കെയും കാണാനിടയാകുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അപ്പോൾ അവരൊക്കെയും വളരെ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ ചില യഹൂദന്മാരല്ലാത്ത അല്ലെങ്കിൽ ജാതീയര യവനായന്മാരായവർ ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശു ഉണ്ടെന്നറിഞ്ഞു, ഞങ്ങൾക്കൊന്ന് കാണാൻ സഹായിക്കണം എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ യേശു അവരോട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച ഭാഗത്തിൻ്റെ പ്രസക്തി കൊണ്ടുവരുവാൻ ഇടവരുന്ന ഒരു വേദഭാഗം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. 24 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവർ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അടുത്ത വാക്യം 26 ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവും മാനിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വേലക്കാരനായിരിക്കുന്നവൻ നമ്മുടെയൊക്കെയും ഭവനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്നവരുടെയൊക്കെയും ഭവനങ്ങളിൽ ഒരു വേലക്കാരൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ വേലക്കാരൻ എന്താണ് പ്രസക്തി ആ കുടുംബത്തിൽ. അദ്ദേഹത്തിന് വരുന്ന സമയം മുതൽ അദ്ദേഹം പോകുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി പോകുന്ന സമയം വരെ എടുത്താൽ വീട്ടിലെ ജോലികൾ അനവധി ഉണ്ടെങ്കിൽ ആ ജോലികൾ എന്തൊക്കെയാണോ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് പറയുന്ന എന്ത് കാര്യവും ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ വിളിച്ചിരിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു ക്രമീകരണങ്ങളൊന്നും അവിടെ ഉണ്ടാവത്തില്ല. എന്നാൽ ആ ഭവനത്തിലെ തന്റെ യജമാനൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് അത് മാത്രം ചെയ്യുവാനായിട്ടുള്ള ഒരു താല്പര്യമേ അവനുള്ളൂ. എന്നാൽ പഴയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വേലക്കാരൻ അല്ലെങ്കിൽ ഒരു അടിമയാകുന്ന വ്യക്തി, അവന് യാതൊന്നും പറയുവാനുള്ള, ഒരു കാര്യം പോലും അങ്ങോട്ട് തിരിച്ചാവശ്യപ്പെടുവാനുള്ള, ഒരു കാര്യം പോലും എടുത്ത് ചോദിപ്പാനുള്ള അവകാശമില്ലാത്ത ഒരു കാലഘട്ടം. ഒരു വേലക്കാരന് അവൻ്റെതായിട്ടൊന്നും തന്നെ ഇല്ല. തൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ യജമാനൻ എന്താണോ അദ്ദേഹത്തോട് പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന ആ കാര്യങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കാൻ മാത്രമേ അവന് അവകാശമുണ്ടാകുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ് നമ്മളും വായിക്കുന്നത്. The servant has no rights. ഒരു വേലക്കാരന് അവൻ്റെതായ ഒരു റൈറ്റ്സ് പോലും ഇല്ല. അവന്റെ യജമാനന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി എന്നുള്ളത്. അപ്പോൾ കർത്താവിന്റെ വേലക്കാരായിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ വലിയ ഉദ്ദേശം എന്തായിരിക്കാം എന്നൊന്ന് ചിന്തിച്ചാൽ, നാം ഓരോരുത്തരും കർത്താവിന്റെ വേലക്കാർ എന്ന് വിളിക്കുമ്പോൾ, നമ്മെ തന്നെ വിളിക്കുമ്പോൾ, കർത്താവിന്റെ വേലയിൽ ഇരിക്കുന്ന ഒരുവൾ, കർത്താവിനെ പിൻപറ്റുന്നവൻ, എൻ്റെ യേശുവിനെ അനുഗമിക്കുന്നവർ എന്നൊക്കെയും നാം നമ്മെ തന്നെ പറയുമ്പോൾ, എ സെർവന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സേവകരാകുന്ന നാം ഓരോരുത്തരും എങ്ങനെയാണ് ആയിരിക്കുന്നത്, ആകേണ്ടത് എന്നൊന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഞാനും ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനിട വരട്ടെ. വായിച്ച കുറിവാക്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. യോഹന്നാൻ 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. The faithful servant of God must follow his master. ഒരു വിശ്വസ്ത ദൈവ വേലക്കാരൻ അല്ലെങ്കിൽ ദാസൻ എന്നുള്ളവൻ, ദൈവത്തിന്റെ ദാസൻ എന്നുള്ളവൻ, അവൻ ദൈവത്തെ അല്ലെങ്കിൽ തന്റെ യജമാനനെ അനുഗമിക്കുന്നവനായി മാറണം. ദൈവത്തിന്റെ വലിയ താല്പര്യവും അത് തന്നെയാണ്. ആ ഒരു ശുശ്രൂഷക്കാരൻ ഒരിക്കലും തന്റെ ഹിതത്തിനും തന്റെ താല്പര്യങ്ങളെയും മുൻനിർത്തി പോകുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. മറിച്ച് തന്റെ ജീവിതത്തിൽ താൻ ആരെയാണോ സേവിക്കുന്നത്, ആ സേവിക്കുന്നവന്റെ, ആ സേവകൻ അക്ഷരം പ്രതി അനുസരിപ്പാൻ തക്കവണ്ണം ഇടവരണം. തന്റെ ചുവടുകൾ എന്നുള്ളത് അനുനിമിഷവും തന്റെ യജമാനന്റെ വാക്കുകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മുൻപോട്ട് വെക്കുവാൻ ഇടവരണം. തന്നെ അനുഗമിക്കുന്നവനാകണം. തന്റെ യജമാനൻ എങ്ങോട്ട് പോകുന്നോ, എന്ത് ചെയ്യുന്നുവോ, എന്ത് തീരുമാനിക്കുന്നുവോ അത് അക്ഷരം പ്രതി അനുസരിച്ച് അതിനു വേണ്ടുന്ന ചുവടുകളെ വെച്ച് പോകുവാൻ തക്കവണ്ണമാണ് ഒരു യജമാനൻ ആഗ്രഹിക്കുന്നത്. ഒരു യജമാനന്റെ നിഴൽ പോലെ. ഇവിടെ കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന്റെ താല്പര്യം അതാണ്. നാം അവനെ അനുഗമിക്കുന്നവരായി മാറണം. നമ്മളുടെ ഓരോ ചുവടുകളും കർത്താവിന്റെ നിഴലായി മാറി, കർത്താവിന്റെ പാദത്തെ പിന്തുടർന്ന് പോകുന്ന ഓരോ ചുവടുകൾ അതുപോലെയായി മാറണമെന്നാണ് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ കർത്താവിന്റെ താല്പര്യം. അവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു ശ്രവണശേഷി ഉണ്ടാകാൻ വരണം. കർത്താവിന്റെ വേലക്കാരന് he must be a man of a listening capability. അവൻ നല്ലതുപോലെ കേൾപ്പാൻ ചെവിയുള്ളവനാകണം. നമുക്കറിയാം 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളി കേൾക്കുന്ന ശമൂവേൽ ബാലൻ ആരാണ് തന്നെ വിളിക്കുന്നതെന്ന് അറിയാതെ
ഏലി പുരോഹിതന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഏലി പുരോഹിതൻ തന്നോട് ബുദ്ധി ഉപദേശിച്ച് പറഞ്ഞു വിടുമ്പോൾ നമുക്കറിയാം, അടുത്ത വിളിക്ക് ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ അവൻ ഉടനെ മറുപടി കൊടുക്കുന്നതാണ്, സ്പീക്ക് ടു മീ ഓ ലോർഡ്, ഹിയർ ആം ഐ യുവർ സെർവന്റ്. ഇതാ നിന്റെ ദാസൻ, അടിയനിതാ, അടിയൻ കേൾക്കുന്നു, അരുളി ചെയ്യണമേ എന്ന് പറയുന്ന ഒരു ബാലനെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ താല്പര്യം അത് തന്നെയാണ്. ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്നുള്ളത് കേൾപ്പാൻ തക്കോണം നമ്മൾ വലിയ താല്പര്യത്തോടെയാണോ ദൈവസന്നിധി നമ്മളായിരിക്കുന്നത്? അവനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമാകുന്നവൻ അല്ലെങ്കിൽ കർത്താവാകുന്നവൻ, നമ്മുടെ യജമാനനാകുന്ന കർത്താവ് പറയുവാൻ ആഗ്രഹിക്കുന്നവയെ ശ്രദ്ധയോടെ കേൾപ്പാനും ആ കേൾക്കുന്ന കാര്യങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു താല്പര്യത്തോടുകൂടെ വേണം നാം ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുവാൻ. അവനെയാണ് കൊള്ളാവുന്ന ദൈവവേലക്കാരൻ എന്ന് വിളിക്കുവാൻ യോഗ്യനായി മാറുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. കേൾപ്പാൻ തക്കവണ്ണമുള്ള വലിയ താല്പര്യം നമ്മൾക്കുണ്ടാകണം. അനേകർക്കും ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിന് എന്താ പറയുവാനുള്ളതെന്ന് കേൾപ്പാൻ താല്പര്യമില്ല. ദൈവവേല ചെയ്യുവാൻ വളരെ താല്പര്യമാ. നമുക്ക് തോന്നുന്നതാണ് ചെയ്യുന്നതെങ്കിൽ അതല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. നമ്മൾ അങ്ങോട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് ദൈവമേ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനല്ല ദൈവം താല്പര്യപ്പെടുന്നത്. മറിച്ച് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം, നമുക്ക് വേണ്ടുന്നത് എന്തെന്നറിഞ്ഞ് ദൈവം നമ്മോട് പറയുമ്പോൾ അത് അക്ഷരം പ്രതി അനുസരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത് അക്ഷരം പ്രതി അനുസരിപ്പാൻ തക്കവണ്ണം ഒരു കേൾവി ശക്തി നമുക്കുണ്ടാകണം. ഈ കേൾക്കുന്ന ഓരോരുത്തരും അതുപോലെ തന്നെ നമുക്കുണ്ടാകേണ്ടുന്ന അടുത്തൊരു കാര്യമാണ്, a servant be committed. അതായത് നാം അതുപോലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ നേൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു യജമാനനെ സേവിക്കുവാനായിട്ട് ഉള്ള തീരുമാനത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ആ യജമാനനെ അക്ഷരം പ്രതി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഉള്ള ഒരു വലിയ ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടാകുവാനിട വരണം. ചില ക്വാളിറ്റീസ് നമുക്കുണ്ടാകണം. യജമാനന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യുവാൻ ഞാൻ തീരുമാനിക്കത്തില്ല. യജമാനൻ ഇഷ്ടമല്ലാത്ത ഇടത്ത് ഞാൻ നിൽക്കത്തില്ല. എന്റെ യജമാനൻ താല്പര്യമില്ലാത്ത സംഭാഷണത്തിൽ ഞാൻ ഏർപ്പെടത്തില്ല. എന്റെ യജമാനന് ഒരിക്കലും താല്പര്യമില്ലാത്ത ജീവിത ശൈലി ഞാൻ അവലംബിക്കത്തില്ല. ഞാൻ അതിന്റെ എന്റെ കൂടെ കൊണ്ടു നടക്കുകയില്ല. ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുകയാണ്. ഇനിമേൽ എന്റെ തീരുമാനങ്ങൾക്കല്ല, മറിച്ച് എന്റെ യജമാനന്റെ താല്പര്യങ്ങളെയാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, താല്പര്യപ്പെടുന്നത് എന്ന് നമ്മൾക്ക് പറയുവാൻ ഇടവരുമാറാകണം. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-ാം വാക്യം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. A faithful servant of God. ഒരു ശ്രേഷ്ഠ ദൈവദാസനാകുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനാകുന്നവൻ, വിശ്വസ്തദാസനാകുന്നവൻ അവന്റെ വിശ്വസ്തത കാത്തു സൂക്ഷിപ്പാൻ ഇടവരുമാറാകണം. പറയുകയാണ്, ശണ്ടയിടാതെ ഏവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി മാറണം. അങ്ങനെ അത്ര ഇരിക്കേണ്ടതെന്ന് കൽപ്പിക്കണം. അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും
അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, ദാസൻ, ദൈവത്തിന്റെ ദാസനാകുന്നവൻ, അവൻ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന്, അതായത് ദൈവത്തിന്റെ താല്പര്യത്തെ അനുസരിക്കുക, പ്രവർത്തിക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോൾ അതിനെ, ദൈവത്തിന്റെ താല്പര്യത്തെ നാം അലങ്കരിക്കുകയാണ്. വി ആർ ഗിവിങ് എ ഡെക്കറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് ഒരു വലിയ താല്പര്യം, സന്തോഷം നൽകുകയാണ്. നമ്മൾ ദൈവത്തെ അലങ്കരിക്കുകയാണ്. അതായത് അലങ്കരിക്കുക എന്നൊക്കെയും പറയുമ്പോൾ നാം നമ്മുടെ വീട് ഒരു പ്രത്യേക സന്തോഷകരമായ ഒരു കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വിവാഹത്തെയോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയോ ഒക്കെയും നമ്മൾ ഭവനത്തെ അലങ്കരിക്കുമ്പോൾ ഏറ്റവും മനോഹരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളെ വെച്ച് അലങ്കരിക്കും, ഭംഗി കൂട്ടും, മോടി പിടിപ്പിക്കും. എന്നതുപോലെ നാം ദൈവത്തിന്റെ താല്പര്യത്തെ കേട്ട് അത് അനുസരിപ്പാനും പ്രവർത്തിക്കുവാനും സകലത്തിലും അവന്റെ ഉപദേശത്തെ സകലത്തിലും ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുമ്പോൾ പറയുകയാണ്, നമ്മുടെ യജമാനൻ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ദൈവത്തിന് അലങ്കരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭംഗി കൂട്ടുക, മോടി കൂട്ടുക. അതായത് അവന്റെ നാമത്തിന് വേണ്ടുന്ന ശ്രേഷ്ഠത കൊടുപ്പാൻ ഇടവരികയാണെന്നർത്ഥം. അടുത്തത്, യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ വിശ്വസ്തദാസനെ കുറിച്ച് പറയുകയാണ്, അവൻ എങ്ങനെയായിരിക്കണം? ദ ഫെയ്ത്ത്ഫുൾ സെർവന്റ് മസ്റ്റ് ബി എ പേഴ്സൺ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തനായിരിക്കണം. ആരോട്? ദൈവത്തോട് മാത്രമോ? അല്ല, നമ്മോട്, നാം സേവിക്കുന്ന ജനത്തോട്, നാം ആയിരിക്കുന്ന സൊസൈറ്റിയോട്, നാം ആയിരിക്കുന്ന ഭവനത്തോട്, നാം ആയിരിക്കുന്ന സഭയോട് ഒക്കെയും വളരെ വിശ്വസ്തരായിരിക്കാൻ ഇടവരണം. We should be committed. ദോഷം സഹിപ്പാൻ തിമോത്തിയോസിനെ എഴുതുമ്പോൾ 2 തിമോത്തിയോസിൽ പറയുക, 2:24 നമ്മൾ വായിച്ച വാക്യമാ, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ ഏവരോട് ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. ആരാൽ സാധിക്കും ഇതുപോലെ? ദോഷമൊക്കെയും നമ്മളുടെ നേരെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എതിരെ ദോഷം സംസാരിക്കുമ്പോൾ, ദോഷം പ്രവർത്തിക്കുമ്പോൾ, ദോഷം നിരൂപിക്കുന്ന സാഹചര്യങ്ങൾ, അനേകമായ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആർക്ക് ഇതുപോലെ ദോഷം സഹിച്ചിരിക്കാൻ സാധിക്കും? അതിൽ പറയുകയാണ്, ദോഷം സഹിക്കുക, സമർത്ഥനായിരിക്കണം. എന്തിന്? ഉപദേശിപ്പാൻ. ഒരു ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗോഡ് must be above reproach. Hallelujah. കേൾപ്പാൻ താല്പര്യമുള്ളവനായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. ഈ ഒരു താല്പര്യത്തിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ നേരത്തെ വായിച്ച 24-25 വാക്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത്. വളരെ ഇന്റർലിങ്ക്ഡ് ആണ് ഈ വാക്യങ്ങൾ. യോഹന്നാൻ 12:24-25, 26 വാക്യം നമ്മൾ വായിച്ചത് 24ലേക്കും 25ലേക്കും വെളിച്ചം വീശുന്നത് എങ്ങനെയാണ് നമുക്ക് കാണുവാനിടയാകട്ടെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവർ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ സ്വയ താല്പര്യങ്ങളെ എല്ലാം, സ്വയ ഇച്ഛകളെ, സ്വയ താല്പര്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ വാഞ്ചകളെ, നമ്മുടെ താല്പര്യങ്ങളെ സകലത്തെയും
സകലത്തെയും ഒന്നുപോലും നമ്മളിൽ വയ്ക്കാതെ സകലത്തെയും മാറ്റി നിർത്തി നമ്മെ തന്നെ ചാകുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നാം ഫലം കായ്ക്കത്തില്ല. അത് തരേണ്ടുന്ന ആ വിളവിലേക്ക് നാം എത്താതെ പോകും. യേശു കർത്താവ് പറയുകയാണ്, ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിന് താല്പര്യമുണ്ടാകും അതിന്റെ ആ ഭംഗിയെ കാത്തു സൂക്ഷിക്കാൻ, അതിന് താല്പര്യമുണ്ടാകും അതിന്റെ അതിന്റെ ആ കൂട്ടത്തോടു കൂടി ഇരിക്കാൻ. എന്നാൽ ആ ഒരു താല്പര്യത്തോടു കൂടെ ഇരിക്കാതെ അതിനെ നിലത്തിലേക്ക് ഇട്ട് അത് ചാകുവാൻ അനുവദിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതൊന്ന് പൊട്ടി അതിനകത്തുള്ള മുള വരുവാൻ താല്പര്യം അതിനുണ്ടായാൽ മാത്രമേ അത് ഫലം കൊടുക്കൂ എന്ന് പറയുന്നുവെങ്കിൽ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശ്വസ്തതയാ ദാസന്മാരും ദാസിമാരുമാകുന്ന നാം ഓരോരുത്തരും ഇതുപോലെ നമ്മുടെ താല്പര്യങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞ്, നമ്മുടെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും വാഞ്ചകളെയും ഒക്കെയും തള്ളിക്കളഞ്ഞ് അതിനെ ഒന്നും വേണ്ട എന്ന് വെച്ച് ദൈവ താല്പര്യങ്ങൾക്ക്, ദൈവത്തിന്റെ ശബ്ദത്തിന്, ദൈവമായ നമ്മുടെ യജമാനന്റെ സേവിക്കുന്നതിന് വേണ്ടി അവൻ പറയുന്നത് ചെയ്യുവാൻ ഉള്ള താല്പര്യം നമ്മൾ എടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ നാമും നേടാൻ തുടങ്ങുന്നുള്ളൂ. അവനെ അനുഗമിക്കട്ടെ. നമ്മൾ വായ്പാനിടയായി, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ നോക്കിയാൽ നമുക്കറിയാം, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെയാണ്, അല്ലെങ്കിൽ ദൈവമായിരിക്കുന്നവൻ തന്നെ ആ ഒരു പദവിയിൽ തന്നെ ഇരിക്കണം എന്നുള്ള താല്പര്യത്തെ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ വേഷാൽ മനുഷ്യനായി നമ്മെ പോലെ കഷ്ടത അനുഭവിച്ചു, പീഡകൾ അനുഭവിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. Laying down the life is the core to be the fruitful അല്ലെങ്കിൽ faithful servant of God. ഒരു യഥാർത്ഥ ദൈവ വേലക്കാരൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ, ദാസി എന്നുള്ള പദവിയിൽ നമ്മളായി വരണമെങ്കിൽ, വിശ്വസ്തനായവൻ എന്നുള്ള പദവിയിലേക്ക് വരണമെങ്കിൽ, നാം വിശ്വസ്തരായിരുന്ന് നമ്മുടെ ജീവനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ഇടവരണം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരുന്ന എങ്കിൽ നമ്മൾ നമ്മെ തന്നെ ചാകുവാൻ അനുവദിക്കുന്നുവെങ്കിൽ, നമ്മുടെ താല്പര്യങ്ങളെ എല്ലാം മാറ്റുവാൻ താല്പര്യപ്പെടുന്നു, ഇല്ലെങ്കിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നാം അവനെ അനുഗമിക്കുന്നതിന് അത് നമ്മുടെ ക്യാരക്ടറായി, നമ്മളുടെ ഒരു സ്വഭാവമായി അത് മാറുമ്പോൾ നാം അവനെ അനുഗമിക്കുവാനുള്ള ആ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റെപ്പിലേക്ക് കയറി. ഹല്ലേലൂയ. The core of being a faithful servant of God is to lay down our lives and to serve the master. നമ്മുടെ ജീവനെ താഴെ വെച്ച്, നമ്മുടെ ജീവനെ ഒരു രീതിയിൽ പോലും ഗണ്യമാക്കാതെ അല്ലെങ്കിൽ താല്പര്യം കൊടുക്കാതെ നമ്മുടെ യജമാനനാകുന്നവനെ പ്രീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവനെ പ്രീതിപ്പെടുത്തുന്നതിനാണ്, അവനെ പ്ലീസ് ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നാം ദൈവത്തിന്റെ വിശ്വസ്തനാകുന്ന ശ്രേഷ്ഠനായ ദൈവദാസനും ദാസിയുമായി മാറുവാൻ ഇടവരും. A faithful servant of God must follow his master. അവൻ ദൈവത്തിന്റെ അല്ലെങ്കിൽ യജമാനന്റെ നിഴലായി മാറണം. സകലത്തിലും യജമാനനെ പ്രീതിപ്പെടുത്തുന്നവനാകണം. നമുക്കറിയാം, ഇതിനു മുമ്പേ തന്നെ അനേക ദൈവദാസന്മാർ ഒക്കെയും പ്രസംഗിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്ത ഭാഗമാണ് താലന്തുകളുടെ ആ ഭാഗങ്ങളൊക്കെ. അതിലെ ആദ്യത്തെ 2 ദാസന്മാരോടും യജമാനൻ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക.
സന്തോഷത്തിൽ പ്രവേശിക്കുക. ബിക്കോസ് they pleased him. അവർ അവനെ സന്തോഷിപ്പിച്ചു. അല്ലെങ്കിൽ അവർ അവന് ഹൃദയത്തിന് താല്പര്യമുള്ള രീതിയിൽ പ്രവർത്തിപ്പാൻ ഇടയായത് കൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക. എന്നാൽ മൂന്നാമത്തെ ദാസൻ, അവൻ തനിക്കിഷ്ടമുള്ളതുപോലെ ബോധിച്ചതുപോലെയാണ് കാര്യങ്ങൾ ചെയ്തത്. അതിനുള്ള അർഹമായ വാക്കുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. അനേകമായ ദേവദാസന്മാർ മുമ്പേ കടന്നു പോയതായതുകൊണ്ടാണ് കൂടുതൽ അതിനുമേൽ വ്യാഖ്യാനിപ്പാൻ നിൽക്കാത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റ് ഇതാണ്: ദ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗോഡ് മസ്റ്റ് ഫോളോ ഹിസ് മാസ്റ്റർ. ഒരു വിശ്വസ്ത കർത്താവിന്റെ ദാസൻ എന്നുള്ളവൻ തന്റെ യജമാനനെ പാദങ്ങളെ പിന്തുടരുന്നവനായിരിക്കണം. രണ്ടാമതായി പറയുന്ന ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്, the faithful servant of God will be seated where his master is seated. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ദൈവം നമ്മെ കർത്താവായ ദൈവം യേശു നമ്മെ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നത് താൻ ഇരിക്കുന്നിടത്താണ്. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലൊക്കെയും നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിനെ തന്നെ ഒന്നുകൂടി എടുത്തുകൊണ്ട് പറയുകയാണ്, ഒരു വീട്ടിലും നമ്മൾ ഇരിക്കുന്ന അതേ ഒരു സ്ഥാനം ആരും ഒരു വേലക്കാരന് കൊടുക്കാറില്ല. നമ്മുടെ വീട് വൃത്തിയാക്കുവാൻ, അടിച്ചു വാരുവാൻ, തുണികൾ കഴുകുവാൻ, മുറ്റമൊക്കെയും ഒന്ന് മോടി കൂട്ടുവാനൊക്കെയും കടന്നു വരുന്ന ഒരു വേലക്കാരന്, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്ന ഒരു ആ ഒരു ജോലിക്കായിട്ട് കടന്നു വരുന്നവർക്ക് ഒന്നും നമ്മൾ ഇരിക്കുന്ന അതേ ഇരിപ്പിടത്തിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കത്തില്ല. അതേ തലത്തിൽ ഒരിക്കലും നമ്മൾ അവരെ വെക്കില്ല. എന്നാൽ യേശു പറയുകയാ, ഇഫ് യു ആർ സേവിങ് മീ, നിങ്ങൾ എന്നെ ആണ് സേവിക്കുന്നത്, എന്നെ ശുശ്രൂഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഞാൻ തരികയാ. അത് ഞാൻ ഇരിക്കുന്നിടത്താണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ലോകത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല ദൈവം നമ്മെ കാണുന്നത്. ദൈവത്തിന്റെ രീതികൾ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ യജമാനന്റെ രീതികൾ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ ശബ്ദത്തെ കേൾപ്പാൻ, കർത്താവിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി മുൻപോട്ട് പോകുവാൻ അത് നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നുവെങ്കിൽ, അവനെ സേവിക്കുന്നുവെങ്കിൽ, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇരുത്തുന്നത് ഞാൻ ഇരിക്കുന്നിടത്താണ്. കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നാം ഇരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ യജമാനൻ ഇരിക്കുന്നിടത്താണ് നമ്മളും ഇരിക്കുന്നത്. ലൂക്കോസിന് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 69-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 22:69 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. Now on, the Son of Man, God, is going to sit at the right hand of the mighty God. അതിശയകരനായ ശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്താണ് ആരിയിരിക്കുന്നത്? മനുഷ്യപുത്രൻ ഇരിപ്പാൻ പോകുന്നത്. Son of Man is going to sit at the right hand of God, of the mighty God, or the power of God. ദൈവശക്തിയുടെ വലതുഭാഗത്ത്. വലതുഭാഗത്ത് എന്നൊക്കെ പറയുമ്പോൾ അനേകമായ വ്യാഖ്യാനങ്ങളുണ്ട്. അതിലേക്കൊന്നും കൂടുതൽ കിടക്കാതെ ഞാൻ ഒരു കാര്യത്തിൽ മാത്രം പറയാം. ശക്തിയെ കാണിക്കുന്ന, വീര്യത്തെ കാണിക്കുന്നതാണ് വലതുഭാഗം, വലതുകരം എന്നുള്ളതെങ്കിൽ, ഒരു വേലക്കാരന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടം എന്നുള്ളത് വീര്യം പ്രവർത്തിക്കുന്നവന്റെ അടുത്ത, ഹല്ലേലൂയ, ശക്തിയുള്ളവന്റെ അടുത്ത ആ ഒരു പദവിയിലേക്ക് ഇരുത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിലൂടെയും വ്യാപരിക്കുന്ന
ദൈവശക്തി എന്നുള്ളത്. അതായത് ഒരു ദാസനിലൂടെ, ഒരു ദൈവദാസനിലൂടെ, ദൈവദാസിയിലൂടെ, ദൈവത്തിന് വിശ്വസ്തനായ ഒരു ശുശ്രൂഷക്കാരനിലൂടെ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയുടെ വലിപ്പത്തെയും കൂടെ ഒന്ന് കാണുവാൻ നമ്മൾ ഇടവരാതെ പോകരുത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. പറയുകയാണ്, ദൈവത്തോടു കൂടെ ജനിച്ചവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അവൻ ഇരിക്കുന്നത് വലതുഭാഗമായി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത്, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഉയർന്ന ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഉയരത്തിലുള്ള ഒരു വലിയ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെതല്ല, മറിച്ച് ദൈവത്തിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരവസ്ഥ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നൊരു വാക്യം കൂടെ നമ്മൾ കാണുവാൻ ഇടയാകുകയാണ്. അവനോട് കൂടെ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, അവനോട് കൂടെ ആണ് നാം ആകുന്നതെങ്കിൽ, ഈ പറയുന്ന നമ്മുടെ യജമാനനാകുന്ന ക്രിസ്തുവിനോട് കൂടിയാണ് നാം ആകുന്നത് എങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇരിപ്പിടം എന്നുള്ളത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമല്ല. അതായത് തറയിലോ അല്ലെങ്കിൽ ഒരിക്കലും ഗണ്യമാക്കാത്ത ഒരു ഇരിപ്പിടമല്ല. എന്നാൽ നമ്മെ മാനിക്കുന്ന, നമുക്കൊരു ഒരു മാനം തരുന്ന ഒരു ഇരിപ്പിടത്തിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇടമെന്നുള്ളത് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന, യേശു ഇരിക്കുന്ന അതേ ഒരു പൊസിഷനിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു മാന്യതയിലേക്ക്, റെക്കഗ്നൈസ്ഡ് പ്ലേസ് എന്ന് പറയാം. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ ശക്തമായി ഞാൻ പറയട്ടെ, നമ്മെ മാനിച്ച് നമുക്ക് ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ നമുക്കൊരു ശ്രേഷ്ഠമായ ഒരു സ്ഥാനം തരുന്ന ദൈവത്തിന്റെ വേലയിലാണ് നാമുമായിരിക്കുന്നത്. അവനെ സേവിക്കുന്നത് ഒരിക്കലും നഷ്ടമായി പോകുന്നില്ല. അവനെ സേവിക്കുന്നത് നിമിത്തം നമ്മുടെ തല താഴ്ന്നു പോകുന്നില്ല, നമ്മുടെ അവസ്ഥകൾ താഴ്ന്നു പോകുന്നു എന്നല്ല, മറിച്ച് ഈ ലോകത്തിലെ സകലതിനെയും നേടുന്നതിനേക്കാൾ ദൈവത്തിന്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നു എങ്കിൽ, അതിനായി നമ്മൾ ഇറങ്ങുന്നു എങ്കിൽ, ദൈവം, യേശു പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് പറയാം, നമ്മെ ഒരിക്കലും അവഗണിച്ചു കളയുന്ന, നമ്മെ പൂർണ്ണമായി മറന്നു കളയുകയോ അല്ലെങ്കിൽ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ കണ്ടിട്ട് കാണാതെ പോകുന്നത് പോലെ ചിലർ ചെയ്യുന്നത് പോലെ ഒന്നുമല്ല നമ്മുടെ കർത്താവ് നമ്മോട് ചെയ്യുന്നത്. അവനെ സേവിക്കുവാൻ ഇറങ്ങുന്ന, അവന്റെ നല്ല വേലക്കാരായി ദൈവനാമത്തിനായി ഇറങ്ങുന്ന നമ്മെ നമുക്ക് വേണ്ടുന്ന ഒരു സ്ഥാനം നൽകി, ഒരു മാനം നൽകി, അവന്റെ വേലക്കാരെന്ന് പറയുവാൻ മടി കാണിക്കാതെ അവനെ ആദരിക്കുന്ന ഒരു ദൈവത്തെ, ഒരു യജമാനനെയാണ് നാം ഓരോരുത്തരും സേവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നമ്മുടെ താല്പര്യങ്ങളെ അവഗണിക്കാൻ ഇടയായാൽ, ദൈവിക താല്പര്യങ്ങൾക്ക്, ദൈവികമായ അല്ലെങ്കിൽ പിതാവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, if we lay down our lives, നമ്മളെ ഉയർത്തുവാൻ ഇടവരും. ഹല്ലേലൂയ. അതിന്റെ 3-ാമത്തെ ഭാഗ്യം, ആ വായിച്ച വാക്യത്തിന്റെ 3-ാമത്തെ ഭാഗ്യം ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നോക്കിക്കേ,
അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സേവിക്കുന്നത് നിമിത്തം, അവന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി അവൻ പറയുന്നത് കേൾപ്പാനും അനുസരിപ്പാനും അത് ജീവിതമാക്കി മാറ്റുവാനും താല്പര്യപ്പെടുന്ന ഒരു വേലക്കാരനോട് പിതാവായ ദൈവത്തിന്റെ താല്പര്യം എങ്ങനെയാണ്? അവനെ പിതാവായ ദൈവം മാനിക്കും. He will honor, the Father will honor him. യാക്കോബ് 1-ാം-അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ജീവകിരീടം അവൻ പ്രാപിക്കും. റെവലേഷൻസ് 3:5 പറയുകയാണ്, മലിനമാകാത്തവർ അല്ലെങ്കിൽ ജയിച്ചവർ അവർ വെള്ള ധരിക്കപ്പെടും. 2 തിമോത്തിയോസ് 2-ാം-അധ്യായം 12-ാം-വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. മത്തായി 5:5 പറയുന്നു, സൗമ്യത ഉള്ളവർ അവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. മത്തായി 5:10 ഇങ്ങനെ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർ അല്ലെങ്കിൽ ദൈവരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. പിതാവായ ദൈവം തന്റെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന, തന്റെ പുത്രനെ ആദരിക്കുന്ന, തന്റെ പുത്രന് വേണ്ടുന്ന മാനവും മഹത്വവും കൊടുക്കുന്നവൻ, തന്റെ പുത്രനെ സേവിക്കുന്നവനെ, അവന് കടന്നു പോകുന്നത് ഏതവസ്ഥയായാലും ശരി, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് മാനിച്ചു മാത്രമേ അവൻ മുൻപോട്ട് കടത്തിവിടുന്നുള്ളൂ. അല്ലെങ്കിൽ അവന് വേണ്ടുന്നതായ ശ്രേഷ്ഠമായ മാന്യത കൊടുക്കുന്ന ഒരു ദൈവ പിതാവാണ് നമ്മുടെ പിതാവായ ദൈവം എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, നമ്മൾ ഒരു ഗോതമ്പ് മണി ശക്തിയില്ല എങ്കിൽ അത് അതിൻ്റെതായ ആ പ്രവൃത്തിയിലേക്ക്, അല്ലെങ്കിൽ അത് ശക്തിയില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാകും. ഒരു ശ്രേഷ്ഠ വിശ്വസ്ത ദൈവ ദാസന്മാരാകുന്ന നാം ഓരോരുത്തരും, ദാസിമാരാകുന്ന നാം ഓരോരുത്തരും ആ പറയപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ ദാസന്മാരാകുന്ന നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുപ്പാൻ, ആ കർത്താവിന്റെ സേവയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പാൻ തയ്യാറാകാതെ വന്നു പോയാൽ നമുക്ക് ആ ഇരിപ്പിടം കിട്ടത്തില്ല, നമ്മൾ മാനിക്കപ്പെടത്തില്ല. യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട് മർക്കോസിന് സുവിശേഷം. ഇങ്ങനെ പറയുന്നു, I've come not to be served but to serve and to give my life as a ransom to many. ഞാൻ വന്നത് ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, മറിച്ച് ശുശ്രൂഷിപ്പാനാ. അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി നൽകുവാനുമാ ഞാൻ കടന്നു വന്നത്. The purpose of his life was very clear for Jesus. യേശുവിന് തന്റെ ജീവിതത്തെ കുറിച്ചുള്ള, തന്റെ ഈ ഭൂമിയിലേക്കുള്ള കടന്നുവരവിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇന്ന് യേശുവിനെ അറിഞ്ഞ് യേശുവിനായി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആ യേശുവിനെ പിൻപറ്റുമ്പോൾ, കർത്താവായ നമ്മുടെ യേശുവിനായി നമ്മുടെ ജീവിതത്തെ കൊടുത്തു കഴിയുന്നവരായിരിക്കുമ്പോൾ, നമ്മളുടെയും ഉദ്ദേശം വളരെ വളരെ സ്പഷ്ടമായിരിക്കാൻ ഇടവരട്ടെ. ഇന്ന് ഈ രാത്രിയിൽ വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ എന്നുള്ളൊരു വിളി നമ്മളും കേൾപ്പാൻ ഈ നാളുകളിൽ ആഗ്രഹത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാം എന്തൊക്കെയോ ചെയ്യുന്നുവെങ്കിൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടത്തെ അനുസരിക്കുക, അവന്റെ താല്പര്യത്തെ മുൻനിർത്തുക, അവൻ പറയുന്നത് കേൾപ്പാൻ തക്കവണ്ണം ഇരിക്കുക, നമ്മുടെ ജീവിതം അവന് വേണ്ടി കമ്മിറ്റ് ചെയ്യുക. എന്ത് വന്നാലും ശരി, വാട്ട് എവർ മേ ഹാപ്പൻ ഇൻ മൈ ലൈഫ്, ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഓൾ ദോസ്. എന്ത് തന്നെ വന്നാലും അതെന്നെ ബാധിക്കുന്നില്ല
എൻ്റെ ദൈവത്തിന് ഇഷ്ടം ഞാൻ മിണ്ടാതിരിക്കണമെന്നാണെങ്കിൽ ഐ ബി ക്വയറ്റ്, ഞാൻ മിണ്ടാതിരിക്കാം. എൻ്റെ ദൈവത്തിന് ഇഷ്ടം ഞാൻ അങ്ങോട്ട് നോക്കണ്ട എന്നാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടം, എൻ്റെ യജമാനന് ഇഷ്ടം ഞാൻ മിണ്ടാതിരുന്ന് ദൈവത്തിന് വേണ്ടി അവസരം കൊടുക്കണമെന്നാണെങ്കിൽ ലെറ്റ് മീ ഡു ദാറ്റ്. എൻ്റെ ഇഷ്ടം ചെയ്തിട്ട്, അല്ലെങ്കിൽ ദൈവവേലയിലാണെങ്കിലും എൻ്റെ ഇഷ്ടം ചെയ്തിട്ട് അത് ദൈവമേ നീ സാങ്ഷൻ ചെയ്യണമെന്ന് പറയാനല്ല. അപ്പാ നിന്റെ താല്പര്യം എന്താ? അപ്പാ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് ചോദിച്ച് അവനിൽ നിന്നും പ്രാപിച്ച് അവന്റെ ആ താല്പര്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിപ്പാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഈ വേദ പുസ്തകത്തിലെ കൽപ്പനകളെ പ്രമാണിച്ച് മുൻപോട്ട് പോകുവാൻ, അക്ഷരം പ്രതി പോകുവാൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ ദൈവം പ്രസാദിപ്പാൻ ഇടവരുന്നു. നമ്മയും വിളിപ്പാൻ ഇടവരും, നല്ല വിശ്വസ്ത ദാസനെ, നല്ല വിശ്വസ്ത ദാസിയെ, എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. നമ്മെ മാനിക്കുന്ന ദൈവം, അവനോടൊപ്പം നമുക്കൊരു ഇരിപ്പിടം തന്നവൻ, അവനോടൊപ്പം ചേർത്ത് നിർത്തുന്നവൻ. റോമർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, വി ആർ കോ-ഹയേഴ്സ്. നമ്മൾ അവനോടൊപ്പം കൂട്ടവകാശികൾ. എവിടെ ലഭിക്കും ഇതുപോലൊരു അവകാശം? എവിടെ ലഭിക്കും ഇതുപോലുള്ള ഒരു അംഗീകാരം? എവിടെ ലഭിക്കും? ഈ ലോകത്ത് എവിടെ ലഭിക്കും ഇതുപോലൊരു വേലക്കാരന് മാന്യത? എന്നാൽ ദൈവസന്നിധിയിൽ അവൻ പറയുകയാ, യു ആർ മൈ ഫെയ്ത്ത്ഫുൾ സെർവന്റ്. നീ എൻ്റെ വിശ്വസ്തനും അംഗീകരിക്കപ്പെട്ടവനുമായ ദൈവദാസൻ, അല്ലെങ്കിൽ ദാസൻ, ദാസി. ഇന്ന് രാത്രിയിൽ നമ്മെ മാനിക്കുന്ന അവനെ, കർത്താവായ യേശുവിനെ, നമ്മുടെ രക്ഷകനായ യേശുവിനെ സേവിപ്പാൻ തക്കവണ്ണമുള്ള താല്പര്യത്തോടെ ഇറങ്ങുന്ന, അനുഗമിക്കുന്നവനെ പിതാവായവനും മാനിക്കും. ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ നമ്മുടെയും പേര് വരുവാൻ ഇടവരും. ഹല്ലേലൂയ. അനേകമായ കഷ്ടങ്ങൾ വന്നെന്നിരിക്കാം, അനേകമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നെന്നിരിക്കാം, നഷ്ടങ്ങൾ വന്നെന്നിരിക്കാം, ഉപദ്രവങ്ങൾ ഉണ്ടായെന്നിരിക്കാം, കണ്ണുനീരിന്റെയൊക്കെയും അവസ്ഥകൾ വന്നെന്നിരിക്കാം. എന്നാൽ എല്ലാത്തെയും കാണുന്നവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം നമുക്കും മാനിക്കപ്പെട്ട ഒരു പൊസിഷനിലൂടെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഹല്ലേലൂയ. A faithful servant of God must follow his master. A faithful servant of God will be seated where his master is seated. And the Father honors the faithful servant. The faithful servant of God will be honored by the Father. ഒരു വിശ്വസ്ത കർത്താവിന്റെ ദാസൻ തന്റെ യജമാനനെ പിൻപറ്റുന്നവനായി ആയിരിക്കും. ഒരു വിശ്വസ്തനായ കർത്താവിന്റെ ദാസൻ എന്നുള്ളവൻ തന്റെ യജമാനൻ അവന് ശ്രേഷ്ഠമായ പദവിയിൽ തന്നെ അവനെ ഇരുത്തുവാൻ ഇടവരും. ഒരു വിശ്വസ്ത ദൈവദാസനെ പിതാവായ ദൈവം മാനിക്കും, അനുഗ്രഹിക്കുവാൻ ഇടവരും. കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മോട് ഈ ദിവസങ്ങളിൽ, ഇന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെയും സംസാരിച്ച് കൊണ്ടുവരുവാൻ ഇടയായല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ രാത്രിയിലും നമ്മോട് സംസാരിച്ച വചനത്തിന് നമ്മുടെ ചെവികളെ ഒന്ന് കൊടുപ്പാൻ ഇടവരട്ടെ. ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് സംസാരിച്ച വചനം ദൈവസന്നിധിയിൽ ഒന്ന് ഹൃദയത്തിൽ ആഴത്തിൽ ഒന്ന് കുറിച്ചുകൊണ്ട് നാം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. നാം നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ മുൻനിർത്തി കടന്നു പോകുന്നതിലുപരി കർത്താവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് ആ യവനന്മാരോട് സംസാരിക്കുമ്പോൾ പറയുന്ന അതുപോലെ
ഒരു ഗോതമ്പ് മണി നിലത്ത് അല്ലെങ്കിൽ ചത്തില്ല എങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ ചത്തുവെങ്കിലോ അത് വളരെ വിളവ് കൊടുക്കുവാനിട വരും. നമ്മിൽ നിന്നൊക്കെയും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ ദൈവ ശബ്ദം കേൾക്കുകയും നമ്മുടെ യജമാനന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അതനുസരിച്ച് ചുവടുകൾ മുൻപോട്ട് വെക്കാൻ തയ്യാറാകുമ്പോൾ നാമും ആ പ്രാപിക്കപ്പെടേണ്ടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുവാൻ ഇടവരും. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ അവസരം തന്ന ദൈവദാസന്മാരോടും ഈ പ്രാർത്ഥനാ ധ്വനി എന്ന പേജിന്റെ ഭാരവാഹികളൊക്കെയുമുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയുടെ തിരുനാമത്തിൽ നിന്ന് തിരുനാമത്തിന് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം അടിയങ്ങളെ കർത്താവെ അങ്ങ് സഹായിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കർത്താവെ അങ്ങ് സംസാരിക്കുന്നത് കേൾപ്പാൻ തക്കവണ്ണമുള്ള ഒരു കാതുകൾ ഞങ്ങൾക്ക് ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവെ പ്രവർത്തികൾ ചെയ്യുന്നവരായിട്ടല്ല കർത്താവെ, മറിച്ച് അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവെ അങ്ങയോടുള്ള വലിയ താല്പര്യത്തിൽ സകലത്തെയും കർത്താവെ ഗണ്യമാക്കാതെ കർത്താവെ സകലത്തിലും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ ഫോം ചെയ്തുകൊണ്ട് കർത്താവെ അങ്ങേ അനുഗമിപ്പാൻ തക്കവണ്ണം സ്വരം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളും കർത്താവെ ആഗ്രഹിക്കുന്നു അപ്പ അങ്ങ് ഞങ്ങളെയും വിളിക്കുമാറാകണം. വിശ്വസ്തനായ ദാസനെ ദാസിയെ എന്ന് ഞങ്ങളെയും കർത്താവെ വിളിപ്പാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ആ ഒരു പദവിയിലേക്ക് എത്തത്തക്കവണ്ണം സ്വർഗമായ കർത്താവ് ഞങ്ങളെയും സഹായിക്കുമാറാകണമേ. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ശബ്ദം കേൾപ്പാൻ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടുന്ന ദൈവിക കൃപ ഞങ്ങൾക്ക് അങ്ങ് ധാരാളമായി പകരമാറാകണമേ എന്നാണ് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് സഹായിച്ചാട്ടെ. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ വചനത്തെ ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുകയാണ്. കർത്താവെ, അങ്ങേ ശ്രേഷ്ഠമായ രീതിയിൽ വിശ്വസ്തയോടെ കർത്താവെ അങ്ങേ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവെ ഞങ്ങളെ അങ്ങ് ഇരിക്കുന്ന അതേ സ്ഥാനത്ത് ഞങ്ങളെ ഇരുത്തി ഞങ്ങളെ കർത്താവെ അങ്ങനെ പിതാവായ ദൈവം കർത്താവ് ഞങ്ങളെയും മാനിക്കുമെന്നുള്ളത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ കർത്താവായ ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ ആ കർത്താവ് പദവികളിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഈ ഉള്ള കാലം മുഴുവൻ കർത്താവെ അങ്ങയെ പ്രീതിപ്പെടുത്തി അങ്ങയെ കർത്താവ് പ്ലീസ് ചെയ്തുകൊണ്ട് ജീവിപ്പാൻ സ്വർഗമായ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 പേർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാൽ കർത്താവെ കർത്താവ് പനിയുടേതായ പ്രയാസത്താൽ ഭാരപ്പെടുന്ന കർത്താവെ വെന്റിലേറ്ററിലായിരിക്കുന്ന പ്രിയ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 18 വയസ്സ് പ്രായമുള്ള മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കരം വെക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവന്റെ അവസ്ഥ കർത്താവ് എന്ത് തന്നെയായാലും സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ കരത്തിലേക്ക് ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവന്റെ കർത്താവെ ശരീരത്തോട് പോരാടുന്ന സകല പോരുകളെയും യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ കരം ആ മകന്റെ മേൽ ഇറങ്ങുമാറാകണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യം നൽകുവാൻ കഴിവുള്ളവനായ ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ആ മകന്റെ അവസ്ഥക്ക് മാറ്റമുണ്ടാകട്ടെ. കർത്താവെ, അവന്റെ വെന്റിലേറ്റർ സിസ്റ്റം മാറ്റി കർത്താവെ അവൻ പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേറ്റ് വരുവാൻ കർത്താവെ അവന്റെ കർത്താവെ ബ്രെയിനിനെ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ മാറുവാൻ അവന്റെ ശരീരത്തിൽ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ അത് മാറുവാനും കർത്താവെ പൂർണ്ണ ആരോഗ്യവാനായി കർത്താവെ ബലമുള്ളവനായി ആരോഗ്യമുള്ളവനായി കർത്താവെ എഴുന്നേൽപ്പാൻ ഈ ദിവസങ്ങളിൽ തന്നെ സ്വർഗമേ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവ് അങ്ങാടി ആ കുഞ്ഞിനായി അതുപോലെ ചെയ്യുവാൻ പോകുന്നതോർത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമം കർത്താവെ മഹിമപ്പെടുവാൻ ഇടവരുമാറാകണമേ. കർത്താവെ, മകന്റെ ജീവിതത്തിലൂടെ കർത്താവെ അങ്ങയുടെ നാമം ഉയരുവാനും മഹിമപ്പെടുവാനും ഇടവരുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മഴയുടെ പ്രയാസത്താൽ കർത്താവെ മരം വീണ് കർത്താവെ ഭവനം നഷ്ടപ്പെട്ട കർത്താവ് ദാസി കർത്താവെ അതിന്റെ തോള് എല്ല് അത് നിമിത്തം കർത്താവെ പൊട്ടുവാനിടയായല്ലോ, ഓപ്പറേഷനിലൂടെ എല്ലാം കടന്നു പോകുവാനിടയായല്ലോ. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചെങ്കിൽ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ആ ദാസിക്കും പൂർണ്ണമായ ഒരു വിടുതൽ അങ്ങ് നൽകണമേ എന്നിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ തോളിൻ്റെ എല്ലിൻ്റെ പ്രയാസങ്ങളൊക്കെ അത് എത്രയും വേഗം സൗഖ്യമാകേണ്ടതിന് സ്വർഗത്തിലെ കരം കർത്താവെ തൻ്റെ ദാസിയുടെ മേൽ വെക്കണമേ. എന്നിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ആശ്വാസം നൽകണമേ കർത്താവെ. ഭവനത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദിവസങ്ങളിൽ കർത്താവെ കർത്താവെ അതൊക്കെയും കർത്താവെ ശരിയാക്കുവാനായിട്ട് വേണ്ടുന്നതായ കർത്താവ് സകല വഴികളെയും സ്വർഗത്തിലെ ദൈവം കർത്താവെ അതിശയകരമായി ഒരുക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് അത് വഴികളെല്ലാം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ മിനിസ്ട്രിയും കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ധ്വനി എന്ന ഈ മിനിസ്ട്രിയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. അങ്ങയുടെ താല്പര്യത്തോട് കർത്താവ് ഇതാളുകളിൽ ശക്തിയായി ദേശങ്ങളിൽ കർത്താവെ വേല ചെയ്യുവാനായിട്ട് അനേകർ കർത്താവെ വചനത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്യുമാറാകണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ഭാരവാഹികളും അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. അങ്ങേക്ക് അടിയങ്ങൾക്കും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇരുന്നതിന് നന്ദി. ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി കർത്താവ്. കൃപയാൽ കർത്താവ് വഴി നടത്തണമേ, കർത്താവ് മറയ്ക്കുമാറാകണമേ. ശ്രേഷ്ഠമായ കർത്താവ് കരത്തിന് കീഴിൽ അടിയങ്ങളെയും കർത്താവ് വീണ്ടും ആ കർത്താവ് കാത്ത് പരിപാലിക്കുമാറാകണമേ തന്നെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരവരലുമാറാകണമേ പിതാവേ. ആമേൻ. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.